വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന് ഇരയായി ആത്മഹത്യ ചെയ്ത കേളക്കവല സ്വദേശി രാജേന്ദ്രൻ നായരുടെ കുടുംബം ബാങ്കിന് മുന്നിൽ രാത്രിയിലും പ്രതിഷേധം തുടരുകയാണ്. രാജേന്ദ്രൻ നായരുടെ പിതാവ് 95-കാരൻ ശ്രീധരൻ നായരെ പോലീസ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വീടിന്റെ ആധാരം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടാണ് കുടുംബം സമരം ചെയ്യുന്നത്. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ രാജേന്ദ്രൻ നായരുടെ കുടുംബം ഇപ്പോഴും സമരം തുടരുകയാണ്. നേരത്തെ രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിരുന്നു. അദ്ദേഹം 95 വയസ്സ് പ്രായമുള്ള ആളാണ്, മാത്രമല്ല രോഗി കൂടിയാണ്. അദ്ദേഹം ഈ ബാങ്കിന്റെ ഷട്ടറിന്റെ മറുഭാഗത്തായിരുന്നു അദ്ദേഹത്തെ കിടത്തിയിരുന്നത്. അങ്ങനെയായിരുന്നു സമരം മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർ ബാങ്ക് ഭരണസമിതിയുമായി സംസാരിച്ചു, പ്രസിഡന്റ് ശശിധരൻ മാസ്റ്ററുമായി സംസാരിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം ഇത് നിയമപരമായി ഇതിനകത്ത് ഈ രേഖകൾ വിട്ട് നൽകാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇവരുടെ ആധാരം ഉപയോഗിച്ചുകൊണ്ടാണ് പണം തട്ടിപ്പ് നടത്തിയത്. ഈ പണം തട്ടിപ്പിൽ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട്, അതായത് ഇദ്ദേഹത്തിന് അനുവദിച്ച വായ്പ ട്രാൻസ്ഫർ ആയത്. ഇത് വെച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഇപ്പോൾ നിലവിൽ 55 ലക്ഷത്തോളം രൂപയുടെ തിരിച്ചടവ് നേരിടുന്ന ഒരവസ്ഥയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് രാത്രിയിലും ഇവിടെ സമരം തുടരാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നത്. കാരണം പോലീസ് എത്തിയ ശേഷമാണ് അദ്ദേഹത്തെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സമര സാഹചര്യത്തിലേക്ക് കുടുംബം എത്താനുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരുപക്ഷെ ആധാരമിരിക്കുന്നത് ബാങ്കിലാണ്, തട്ടിപ്പിനായി അത് തട്ടിപ്പുകാർ ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഒരു നീതി കിട്ടാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബാംഗങ്ങളും സമരസമിതിയുടെ ഭാരവാഹികളും മാത്രമല്ല ഇരകളും ഇതിന് തട്ടിപ്പിന്റെ മറ്റ് ഇരകളും എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യം. ഈ പ്രതികളുടെ കയ്യിൽ നിന്ന് കേസിലെ കെ അബ്രഹാം ഉൾപ്പെടെയുള്ള സജീവൻ കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സർചാർജ് ഈടാക്കണമെന്ന ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരം തുടരാനുള്ള നീക്കം ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാജേന്ദ്രൻ നായരുടെ കുടുംബാംഗങ്ങൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സമരം തുടരുക തന്നെയാണോ? എന്താണ് നിങ്ങളുടെ നിലപാട്? അച്ഛനില്ല, ഞങ്ങൾ വീട്ടിലേക്കില്ല. അച്ഛനെ കൊണ്ടുപോയി എങ്ങോട്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അച്ഛനില്ല, ഞങ്ങളും അങ്ങോട്ട് വീട്ടിലേക്കും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. സമരം തുടരാനാണ് തീരുമാനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടയം തിരിച്ചു കിട്ടണം, ധനസഹായം കിട്ടണം, ഇപ്പോൾ കട എഴുതള്ളണം, അത്രയേ ഉള്ളൂ ആവശ്യം. എഴുതി തള്ളണം, ആ ആധാരം തിരിച്ചു കിട്ടണം, ആ ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ സമരം തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹം മറ്റൊരു ഇരയായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഡാനിയൽ എന്നാണ്. ഈ തട്ടിപ്പിന്റെ ഇരയായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ സമരം തുടരുകയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇനി സമരം മുന്നോട്ട് തുടരാനുള്ള സാഹചര്യമാണുള്ളത്. അവരെ മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളെ മുതൽ കിട്ടാണ്ട് ഞങ്ങൾ ഇനി പുറകോട്ടില്ല. ഇനി മരിച്ചാൽ പുറകോട്ടില്ല എന്ന് തീരുമാനിച്ചാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അവസ്ഥ തന്നെ എല്ലാവർക്കും വയനാട്ടെ സാരമില്ല, പാവപ്പെട്ടവൻ രക്ഷപ്പെട്ടു കിട്ടണം. സമരം തുടരും എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് ഈ രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.